ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നേരത്തെ 7th 8th ദീപം ക്ലാസ് ടെക്സ്റ്റ് അനുസരിച്ച് പഠിപ്പിച്ചിരുന്നു. ഇന്ന് 6th അതായത് ഓരോരുത്തർ പറയുന്നതനുസരിച്ചാണ്. കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 6th കൂടെ എടുക്കാമോ എന്ന്. അങ്ങനെ 6th ഇന്ന് എടുക്കാൻ പോകുന്നത് ദീപകം ടെക്സ്റ്റ് സ്റ്റാൻഡേർഡ് 6. അപ്പോൾ ആദ്യത്തത് തന്നെ എന്താണത്? ആദ്യത്തത് വയം വർണ്ണമാലാം പഠാമഹ. പഠാമഹ പഠാമഹ എന്ന് പറഞ്ഞാൽ വയം പഠാമഹ. വയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ. അഹം ആവാം വയം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ. ആവാം വി ടു. വയം വി ഓൾ, ഞങ്ങളെല്ലാവരും. അതാണ് വയം. അപ്പോൾ വെർബ് വന്നപ്പോൾ പഠാമഹ. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളെല്ലാം പഠിക്കും. പഠാമി പഠാവഹ പഠാമഹയാണ്. വയം വന്നുകൊണ്ടാണ് പഠാമഹ, ഞങ്ങൾ പഠിക്കുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം, തുടങ്ങാം. ആദ്യത്തെ നോക്കൂ, എഴുതിയിരിക്കുന്ന തന്നെ വർണ്ണാഹ എത്രയാണ്? ദ്വിവിധാഹ. വർണ്ണാഹ ദ്വിവിധാഹ ഭവന്തി. വർണ്ണങ്ങൾ 2 ടൈപ്സ് ഉണ്ട്. അതാണ് വർണ്ണാഹ ദ്വിവിധാഹ ഭവന്തി. ഭവതി ഭവതഃ ഭവന്തി. വർണ്ണാഹ പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെയും ക്രിയവെർബും ഭവന്തി പ്ലൂറൽ വന്നത്. ഏതൊക്കെയാണവ? സ്വരാഹ വ്യഞ്ജനാനി ച. സ്വരാഹ, സ്വരഹ, സ്വരൗ, സ്വരാഹ. ഒരു സ്വരമാണെങ്കിൽ സ്വരഹ എന്നാണ് പറയുന്നത്. കൂടുതലാകുമ്പോഴത്തേക്ക് എന്താ? സ്വരാഹ. അപ്പം വ്യഞ്ജനമാണെങ്കിലോ വ്യഞ്ജനാനി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? സ്വരഹ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്, മാസ്കുലിൻ ജെൻഡർ. വ്യഞ്ജനം എന്ന് പറയുന്നത് ന്യൂട്രൽ ജെൻഡർ, അതായത് നപുംസകലിംഗം. നപുംസകലിംഗം ആകുമ്പോഴത്തേക്ക് ഇപ്പം വനം എന്നുള്ളൊരു ശബ്ദം, വനം. അപ്പോൾ അതിൻ്റെ വനം, വനേ, വനാനി. അതുപോലെ വ്യഞ്ജനം, വ്യഞ്ജനേ, വ്യഞ്ജനാനി എന്ന് പറയുന്നു. അപ്പം സ്വരഹ വ്യഞ്ജനാനി ച. ഒരു ച കണ്ടില്ലേ? അതെന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയും. ഇപ്പം രാം ആൻഡ് സീത എന്ന് പറയും. പക്ഷേ നമ്മൾ രാമൻ്റെ സീതയുടെ ഇടയ്ക്കല്ലേ ആൻഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്വരാഹ വ്യഞ്ജനാനിച്ച അവസാനമാണ്. അപ്പം യോജിപ്പിക്കുമ്പോൾ അത് എപ്പോഴും ചായ എവിടെയായിരിക്കണം? അവസാനം. അപ്പോൾ എന്തൊക്കെയാണ്? സ്വരാഹ വ്യഞ്ജനാനിച്ച. അതിൽ സ്വരങ്ങൾ തന്നെ, സ്വരാണാം ഉച്ചാരണം സ്വതന്ത്ര രൂപേണ ഭവതി. അപ്പോൾ സ്വരം എന്ന് പറയുമ്പോൾ അത് ഉച്ചരിക്കുക, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? അതിന് വേറെ ആരുടെ സഹായമില്ല നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നാണ് അതിൻ്റെ ഉച്ചാരണം. സ്വരങ്ങളുടെ ഉച്ചാരണം സ്വതന്ത്രമാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ നോക്കിക്കോളൂ. സ്വരാഹ ദ്വിവിധാഹ സന്ധി. 2 തരത്തിലാണ് സ്വരങ്ങൾ. സമാനാക്ഷരാണി സന്ധ്യാക്ഷരാണി ച. അവിടെ എനിക്കുണ്ട ച ലാസ്റ്റിൽ വന്നില്ലേ? സമാനാക്ഷരാണി, സമാനാക്ഷരങ്ങൾ. നോക്കൂ, സമാനാക്ഷരങ്ങൾ ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. സമാനാക്ഷരാണി കൊടുത്തിരിക്കുന്നു. ഇതാണ് സമാനാക്ഷരാണി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഹ്രസ്വവും ഉണ്ട് ദീർഘവും ഉണ്ട്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ പറയുമ്പോൾ അതിനൊരു ടൈമുണ്ട് അല്ലേ? അതാണ് മാത്ര എന്ന് പറയും. അപ്പോൾ ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഹ്രസ്വം. 2 മാത്ര കൂടുതൽ കൊണ്ട് ഉച്ചരിക്കുന്നതാണ് ദീർഘം. ഹ്രസ്വമായിട്ടും പറയും ദീർഘമായിട്ടും പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സമാനാക്ഷരാണിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഹ്രസ്വമുണ്ട് ദീർഘമുണ്ട്. കണ്ടില്ലേ ടെക്സ്റ്റിൽ? ഹ്രസ്വ ദീർഘ. ഇവിടെ താഴെ ഹ്രസ്വത്തിൽ കൊടുത്തിരിക്കുന്നു അ. അപ്പോൾ അ എന്ന് പറയുമ്പോൾ ഒരു മാത്ര കൊണ്ട് ഉച്ചരിക്കും, അത് ഹ്രസ്വമാണ്. എന്നാൽ ആയാണെങ്കിലോ 2 മാത്ര, അതാണ് ദീർഘ. ആ. പിന്നെ ഹ്രസ്വം വന്നു ഇ. 2 മാത്ര വന്നപ്പോൾ ഈ, അത് ദീർഘം. ഉ 2 മാത്ര വന്നപ്പോൾ ഊ. ഋ 2 മാത്ര വന്നപ്പോൾ ഋ. പിന്നെ സാധാരണ ഹിന്ദിയിലും മലയാളത്തിലും ഒന്നും ഇല്ലാത്ത ഒരു അക്ഷരം കൂടെ ഉണ്ട്. അതെന്താണ്? അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഹ്രസ്വമാണത്. അതിന് താഴെ കൊടുത്തിരിക്കുന്ന എന്താന്ന് നോക്കി? ലാ എഴുതിയിട്ട് ലിറ്. ലിറ് എന്ന ശബ്ദം സംസ്കൃതത്തിലുള്ളതാണ്. മലയാളത്തിലോ ഹിന്ദിയിലോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് മനസ്സിലായില്ലേ? അപ്പം ലിറ് അതും ഹ്രസ്വമാണ്. അപ്പം മനസ്സിലായില്ലേ? ഹ്രസ്വവും ദീർഘവും ആ, ഉ, ആ, ഇ, ഉ, ഇറ്, ലിറ് ഇത്രയും ഹ്രസ്വം. ദീർഘം വന്നപ്പോൾ ആ, ഈ, ഊ, ഋ
ദീർഘം. ഇതാണ് സമാനാക്ഷരങ്ങൾ. ഇനി അടുത്ത സന്ധ്യാക്ഷരങ്ങൾ നോക്കാം. അതിന് താഴെ നോക്കിക്കോളൂ, സന്ധ്യാക്ഷരങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ട്. സന്ധ്യാക്ഷരമാണ്. അതിൽ ഹ്രസ്വം വരുന്നത് ഒന്നുമില്ല. അപ്പോൾ സന്ധ്യാക്ഷരത്തിൽ ഹ്രസ്വമില്ല, ദീർഘം മാത്രമേ ഉള്ളൂ. എ എന്ന് പറയുമ്പോൾ ദീർഘമാണത്. എ ഐ ഓ ഔ. അപ്പോൾ ഇത്രയും വന്നപ്പോൾ അ ആ ഇ ഈ ഉ ഉ ഇറ് ലിറ് എ ഐ ഓ ഔ ഇത്രയും വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ നമ്മൾക്ക് ദ്വയോഹോ നിശ്ചിത സ്വരയോഹോ സന്ധിദ്വാര ഏ നവീനാഹ സ്വര വർണ്ണാഹ ജായന്തേ തേ സന്ധ്യാക്ഷര സ്വരാഹ ഭവന്തി. ഈ സന്ധ്യാക്ഷര സ്വരങ്ങൾ അത് ഏതെങ്കിലുമായിട്ട് യോജിച്ച് വരുന്നതാണ്, ഒറ്റയ്ക്ക് വരുന്നതല്ല. അതാണ് സന്ധ്യാക്ഷരം. നേരത്തെ പറഞ്ഞു പിന്നെ സ്വരങ്ങൾ സ്വതന്ത്രമായാണ് നിൽക്കുന്നത്. എന്നാൽ ഇത് രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് സമാനാക്ഷരമാണ്, മറ്റത് സന്ധ്യാക്ഷരമാണ്. ഈ സന്ധ്യാക്ഷരമാണ് ഒറ്റയ്ക്ക് നിന്നാൽ വേറെ ഒന്നും ഉണ്ടെങ്കിലും അത് സ്വരങ്ങളുമായിട്ടാണ് ബന്ധിക്കുന്നത്. അതിന് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ്വയോഹോ നിശ്ചിത സ്വരയോഹോ. ദ്വയോഹോ രണ്ട് സ്വരങ്ങൾ ചേർന്ന് സന്ധി ഉണ്ടാകുന്നു, ചേരുന്നു. സന്ധിദ്വാര നവീനാഹ പുതിയ നവീനങ്ങളായ സ്വരവർണ്ണങ്ങൾ ജായന്തേ. അതിനെയാണ് എന്ത് പറയുന്നത്? സന്ധ്യാക്ഷര സ്വരാഹ. അപ്പം നോക്കിക്കോളൂ, ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നു. ആയും ആ പ്ലസ് ഇ. ഇതെന്താണ്? ആ എന്ന് പറയുന്ന സ്വരമല്ലേ, ഈ എന്ന് പറയുന്ന സ്വരമല്ലേ? അപ്പം ആ രണ്ട് സ്വരങ്ങൾ ചേർന്നപ്പോൾ എന്തായി മാറി? എ ആയി മാറി. സന്ധ്യാക്ഷര സ്വരങ്ങളാണത്. അതുപോലെ അടുത്തത് ആ പ്ലസ് ഉ വന്നു. അതും രണ്ട് സ്വരങ്ങളല്ലേ? അത് രണ്ടും ചേർന്നപ്പോൾ എന്തായി? ആയി ഓ ആയി മാറി. ഇനി ആയും എയും ചേരുമ്പോൾ ആ പ്ലസ് എ ചേർന്നപ്പോൾ എന്തായി മാറി? ആയി മാറി. ഇനി ആ പ്ലസ് ഓ ചേർന്നപ്പോൾ എന്തായി? ഔ ആയി മാറി. അപ്പോൾ ഇത് സന്ധ്യാക്ഷര സ്വരാഹ ആണ്. മനസ്സിലായി? അപ്പം രണ്ടും സ്വരമാണ് സന്ധിക്കുന്നത് യോജിക്കുക. രണ്ടും സ്വരമാണ്, രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേർന്നാണ് ഇത് വന്നത്. ഇതെല്ലാം ദീർഘങ്ങളല്ലേ? ദീർഘമാണല്ലോ, ദീർഘ സ്വരാഹ. അപ്പം ആ ഇ എ ആ ഉ ഓ ആ എ ഐ ആ ഔ ഓ ആ ഓ ഔ ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ സ്വരങ്ങളുടെ കാര്യം മനസ്സിലായില്ലേ? ഇനിയുണ്ട് സ്വരം. അതെന്താണ്? അനുനാസിക സ്വരാഹ. നെക്സ്റ്റ് പേജ് എടുക്കൂ. നെക്സ്റ്റ് പേജ്. അനുനാസികങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മുടെ വാ കൊണ്ട് ഉച്ചരിക്കുന്നു, പല്ല് അതിൻ്റെ സഹായം വരുന്നു, ഓരോ അവയവങ്ങൾ സഹായമായി വരുന്നു. ഇവിടെ അനുനാസികം ഉച്ചരിക്കുമ്പോൾ എന്താണ്? വാ മാത്രമല്ല, നമ്മുടെ മൂക്കിൻ്റെ സഹായം, നാസിക്കയുടെ സഹായം കൂടി വേണ്ടി വരുന്നു. അതായത് ഇവിടെ നെക്സ്റ്റ് പേജ് നമ്പർ 2 മുകളിൽ നോക്കിക്കോളൂ. അനുനാസിക സ്വരങ്ങൾ മുഖേന സഹ, മുഖത്താൽ എന്ന് വെച്ചാൽ വായയുടെ സഹായത്തോടുകൂടി, നാസികയാലും അപി ഉച്ചാരിത സ്വരാഹ അനുനാസിക സ്വരാഹ. അവയാണ് അനുനാസിക സ്വരങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം ഉണ്ട്. ആ മുതൽ ഔ അം അഹ എന്നൊക്കെ കേട്ടില്ലേ? ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ വന്നു, എന്നിട്ട് ഇങ്ങനൊരു ചിഹ്നം വരും. അതാണ് അനുനാസികത്തിൻ്റെ ചിഹ്നം. ആം. അതുപോലെ അടുത്തതുമുണ്ട്. പിന്നെ ഈയുടെ മുകളിലും കണ്ടോ, ഓരോന്നിൻ്റെ മുകളിലും ഉണ്ട്. അതെല്ലാം അനുനാസിക സ്വരങ്ങളാണ്. പിന്നെ അഹ വരുന്നില്ല, അപ്പോൾ ഇത്രയാണ് സ്വരങ്ങൾ. അപ്പോൾ സ്വരങ്ങൾ നല്ല മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് സ്വരങ്ങൾ ഉണ്ടാകുന്നത്. സ്വരങ്ങൾ സ്വതന്ത്രമായിട്ടാണ് വരുന്നത്, മറ്റൊന്നിൻ്റെ സഹായം വേണ്ട. ഒരു സ്വരവും രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേർന്നിട്ടാണ് സന്ധ്യാക്ഷര സ്വരാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം കുറേശ്ശെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം തുടക്കമാണ്. മനസ്സിലായില്ല? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.